സോ ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാലക് പനീറാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഇഞ്ചി, 3 ഉണക്കമുളക്, 6-7 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടതാണ് പനീർ. ഇവിടെ പനീർ എടുത്തേക്കുന്ന ഒരു പാക്കറ്റ് പനീറാണ് എടുത്തിട്ടുള്ളത്. സോ ഇത് പാക്കറ്റിലെ പനീർ ആയതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് നേരത്തേക്ക് വെക്കണം, എന്നാലേ ഇതൊന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് പാലക്ക്. അപ്പം പാലക്കിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടി, എന്നിട്ട് അതൊന്ന് ക്ലീൻ ആവാൻ വേണ്ടി നമുക്കിത് കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഒരു 2 മിനിറ്റത്തേക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി വേണ്ട, എന്നാലും ഒരു 2 മിനിറ്റത്തേക്കൊന്ന് ചെറുതായിട്ട് അതിൻ്റെ കളർ ഒന്ന് ഡാർക്ക് ആകുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പാലക്ക് ഇച്ചിരി തണുത്ത വെള്ളത്തിനകത്തോട്ട് ഇട്ട് വെക്കണം. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ചൂട് ആറി കിട്ടും. എന്നിട്ട് നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് ജീരകം അതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള, ടൊമാറ്റോ, വെളുത്തുള്ളി എല്ലാം ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ജാറിൽ മുമ്പേ മാറ്റി വെച്ച് പാലൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളിപ്പം ഈ വഴറ്റി വെച്ച സവാളയും അത് എല്ലാം കൂടി ഇട്ടുകൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു പേസ്റ്റ് രീതിയിൽ നമുക്കിത് അരഞ്ഞ് കിട്ടണം. അതിനുശേഷം ഒരു പാനിൽ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിനകത്ത് ഉണക്കമുളകിട്ട് കുറച്ച് ജീരകം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇട്ട് നമുക്ക് വേണ്ടതാണ് ഒരു 6-7 പീസ് അല്ലെങ്കിൽ 7-8 പീസ് കാഷ്യൂനട്ട്. ഈ കാഷ്യൂനട്ട്സ് ആണെങ്കിൽ നമുക്ക് പാലക്കിൻ്റെ കൂടെ അരച്ചെടുക്കാവുന്നതാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം മുമ്പേ നമ്മൾ പാനിൽ വെച്ച് ഗീയും ഉണക്കമുളകിൻ്റെയും കൂടെ ആ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച പനീർ നമുക്കിതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി ഒരു 2 മിനിറ്റത്തേക്കൊന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യാം. സോ അങ്ങനെ നമ്മുടെ പാലക് പനീർ ഇവിടെ സെറ്റായി. സോ ഇതേപോലെ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും എല്ലാ ഫീഡ്ബാക്സും കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.